സ്വഹാബിമാരും നബിയും ഇരിക്കുന്നു ഒരു സദസ്സിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളിൽ ഇന്ന് ആർക്കാണ് സുന്നത്ത് നോമ്പുള്ളത്? ഒന്ന് കൈപൊക്കിയാട്ടെ എന്ന് പറഞ്ഞു. ആരുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രം, അന യാ റസൂലല്ലാഹ്, എനിക്കിന്ന് സുന്നത്ത് നോമ്പാണ്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ ആദ മരീളാ, ഇന്ന് പകലിൽ ഒരു രോഗിയെ സന്ദർശിച്ചവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സിദ്ദീഖ് തങ്ങൾ, അന യാ റസൂലല്ലാഹ്, ഞാനത് ചെയ്തിട്ടുണ്ട് നബിയേ, ഞാനത് ചെയ്തിട്ടുണ്ട്. മൻ മിൻകുമുൽ യൗമ തബിഅ ജനാസതൻ, നിങ്ങളിൽ ആരെങ്കിലും ഇന്ന് ഒരു ജനാസയുടെ കൂടെ അനുഗമിച്ചിട്ടുണ്ടോ? ആരുമില്ല. അന യാ റസൂലല്ലാഹ്, എനിക്കതിന് അവസരമുണ്ടായിട്ടുണ്ട് നബിയേ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പിന്നെ ചോദിച്ചു, മൻ അൻഫഖ അലൽ മിസ്കീൻ, ഇന്ന് ഒരു മിസ്കീനായ മനുഷ്യനെ ദാനം ചെയ്തവർ ആരുണ്ട് നിങ്ങളിൽ? ആര് ദാനം ചെയ്തിട്ടുണ്ട്? അന യാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. 4 ചോദ്യങ്ങൾക്കും ഒരു മഹാന്റെ കൈ മാത്രം. നബി തങ്ങൾ പറഞ്ഞുപോയി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ 4 ഗുണങ്ങളും ഒരാളിൽ സമ്മേളിച്ചാൽ ഇല്ലാ അദ്ഖലഹുൽ ജന്ന, അദ്ദേഹം സ്വർഗ്ഗത്തിലെത്തുക തന്നെ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിന്റെ 8 വാതിലുകളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ, ഫമൻ കാന മിൻ അഹ്ലിസ് സ്വലാ, നിസ്കാരം നന്നായി ഇഷ്ടപ്പെടുന്ന ആളുകൾ, നിസ്കാരത്തോട് വല്ലാത്ത സ്നേഹമുള്ളവർ, യുദ്ആ മിൻ ബാബിസ് സ്വലാഹ്, നമുക്ക് ഓരോന്നിനോടും പ്രത്യേക ഇഷ്ടം കാണും. ചിലക്ക് നോമ്പിനോട് ഇഷ്ടമായിരിക്കും, ചിലക്ക് സ്വലാത്തിനോട് ഇഷ്ടമായിരിക്കും, ദിക്റിനോട്, ധർമ്മം ചെയ്യാൻ ഇഷ്ടമായിരിക്കും. നിസ്കാരം ഇഷ്ടമുള്ള ആളുകളോട് അള്ളാഹുവിന്റെ മലക്കുകൾ നിസ്കാരത്തിന്റെ പേരിലുള്ളൊരു വാതിലുണ്ട്, ബാബു സ്വലാഹ്. ആ കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കുന്നവർ നിസ്കാരം ഇഷ്ടപ്പെട്ടവർ മാത്രമാണ്. യാ അബ്ദല്ലാഹി ഹാദാ ഖൈർ, അള്ളാഹുവിന്റെ ദാസനെ, അള്ളാഹുവിന്റെ ദാസിയെ, ഇതിലെ വരൂ എന്ന് അവിടുത്തെ വോളണ്ടിയർമാർ മലക്കുകളാണ്. ആ വോളണ്ടിയർമാർ സ്വർഗവാസിയെ കൈപിടിച്ചു കൊണ്ടുപോകും. നോമ്പുകാരെ റയ്യാൻ വാതിലിലൂടെ, ജിഹാദിന്റെ ആളുകളെ ബാബുൽ ജിഹാദിലൂടെ, സ്വതക്കയുടെ ആളുകളെ ബാബു സ്വതക്കയിലൂടെ എന്നൊക്കെ ഹദീസിൽ കാണാൻ കഴിയും. അങ്ങനെ ഓരോരുത്തരെയും അതത് വാതിലിലൂടെ മലക്കുകൾ നാളെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു വിചിത്രമായ ചോദ്യം ചോദിച്ചു, നബിയേ, ഓരോരോ കർമ്മങ്ങളും ഇഷ്ടപ്പെട്ടവരെ, ആ കർമ്മം ഇഷ്ടപ്പെട്ടവരെ അതത് വാതിലിലൂടെ വിളിക്കുന്നു എന്ന് ശരി തന്നെ. ഒരു വാതിലൂടെ വിളിച്ചാൽ ഒരാൾക്കതിലൂടെ പോകാം. എന്നാൽ ഈ എല്ലാ കർമ്മങ്ങളും ഇഷ്ടപ്പെട്ട ആളുകളെ എല്ലാ വാതിലൂടെയും വിളിക്കപ്പെട്ടാൽ അങ്ങനെ ഒന്ന് നടക്കുമോ നബിയേ എന്ന് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എല്ലാം ഇഷ്ടമാണ്, സ്വതക്കയും ഇഷ്ടമാണ്, നിസ്കാരവും ഇഷ്ടമാണ്, നോമ്പും ഇഷ്ടമാണ്, ധർമ്മസമരവും ഇഷ്ടമാണ്, ത്യാഗവും ഇഷ്ടമാണ്. അങ്ങനെയെങ്കിൽ ഹൽ യുദ്ആ മിൻ കുല്ലിഹാ അഹദുൻ, എല്ലാ വാതിലിലൂടെയും ഒരാളെ വിളിക്കപ്പെടുമോ നബിയേ? നഅം, ഉണ്ട് സിദ്ദീഖേ, വ അൻത മിൻഹും, നിങ്ങൾ അവരിൽ പെട്ടവരാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയ മഹാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, നിങ്ങൾ വരുന്ന വഴിയിലൂടെ പിശാച് വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കണ്ടാൽ പിശാച് വഴിമാറി പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട 2 മഹത്തുക്കളെയാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഉമ്മത്തുൻ ജമാഅത്തുൻ, ഒരു സംഘം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ 2 പ്രഗത്ഭരായ സ്വഹാബിമാർ, ആ സ്വഹാബിമാരിൽ ഒരു ഉമ്മത്തിന്റെ പകരം നിൽക്കുന്നവരുണ്ട്. ആ സ്വഹാബിമാരിൽ 1000ന് പകരം വെക്കാൻ പറ്റിയവരുണ്ട്. ആ സ്വഹാബിമാരിൽ 1000-ലേറെ വരുന്ന ആളുകൾക്ക് പകരം നിൽക്കാനുള്ളവരുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സത്യവിശ്വാസികളുടെ ശരീരം ഒന്ന് എന്ന് നോക്കണ്ട, അവർ 1000-ങ്ങളായിരിക്കാം. ഒരു വ്യക്തിയെ നിങ്ങൾ പുറമേ നോക്കി ഒരു വ്യക്തിയെ വിധി പറയരുത്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന അകക്കാമ്പാണ് അള്ളാഹു നോക്കുന്നത്. സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മവൻ ഇഷ്ടപ്പെടുന്ന ആ ഒരു കോർ ഗ്രൂപ്പിലായി അള്ളാഹു നമ്മെ മാറ്റിത്തരട്ടെ. നബി മുഹമ്മദിൻ വ ആലിഹി
اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.